ഇവിടെ ഒരു 1/3 കപ്പ് പീസ് സോക്ക് ചെയ്യാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തി, പൂരി, പൊറോട്ട എല്ലാത്തിനും നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. ഈ കറിയുടെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ മുമ്പ് വല്ലപ്പോഴും മാത്രം പുള്ളി അടുക്കളയിൽ കയറി ഉണ്ടാക്കും. അമ്മയൊക്കെ എന്തെങ്കിലും വലിയ തിരക്കിലൊക്കെയാണ്. ഞാനൊക്കെ അന്ന് ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അരപ്പൊന്നും ചേർത്തില്ല, വെറുതെ പൊടികൾ മാത്രം. അതായത് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ചേർത്തില്ല, കുരുമുളക് പൊടി, പിന്നെ പച്ചമുളകും ഇഞ്ചി ഇത്രയും ചേർക്കുള്ളൂ. നമ്മുടെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഉരുളക്കിഴങ്ങ്, സവാള, പിന്നെ ക്യാരറ്റ്, ഇതെല്ലാം ചേർത്ത് പീസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം. അതിപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് അത് എടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൽ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്നോ, ചെറിയൊരു പുളി വേണം ഇതിന്. ഒരു പുളി രസം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നാരങ്ങയുടെ ജ്യൂസ്, നാരങ്ങ നീരില്ലേ, അത് അല്പം ചേർക്കും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. വരും. ഇവിടെ എന്തൊക്കെ പച്ചക്കറികളാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. 2 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 4 പച്ചമുളക്, ഇഞ്ചി. ഇതെല്ലാം ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് സവാള, 2 സവാള, ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കുക്കിംഗ് വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കുക്കറിലാണ്. അപ്പം നമുക്ക് അധികം സമയം വേണ്ട കുക്ക് ചെയ്ത്. ഇപ്പം രാവിലെ നമ്മൾ തിരക്ക് പിടിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഓഫീസിൽ പോകാനോ ഒക്കെ ഉള്ള സമയത്ത് ഒരുപാട് സമയം നമുക്ക് ചിലവഴിക്കാനുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കുക്കറിലാണ് നമ്മളുടെ ഈ കറി വേവിക്കുന്നത്, ഇതിൻ്റെ കഷ്ണങ്ങളെല്ലാം വേവിക്കുന്നത്. പീസ് ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 3 വിസിലാണ് ഞാനിതിന് അടുപ്പിച്ചിരിക്കുന്നത്. ഇനിയും ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിന് എത്രത്തോളം ഗ്രേവി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി, ഇപ്പം മതിയാവും. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉള്ളിയാണ്. സവാള ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം ചേർക്കാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാള അങ്ങ് വെന്ത് കലങ്ങിപ്പോകും. അങ്ങനെ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കൊന്ന്, ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, സവാള ഇട്ടു. ഇനി കുക്കർ അടച്ചു വെച്ച് വിസിൽ വരണം എന്നില്ല, ഒന്ന് തിളച്ചാൽ മതി. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കടുക് ഒന്ന് പൊട്ടിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു.
വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, 2 വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നത്, അതുകൂടി ഇട്ട് കൊടുക്കും. തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മതി കേട്ടോ. വെന്തുടഞ്ഞൊന്നും പോകണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. തക്കാളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിന് ഉപ്പൊക്കെ ഒന്ന് നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഒരു ചെറുനാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അടച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് അല്പം മല്ലിയില കൂടി ഇതിന് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വെജിറ്റബിൾ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും എനിക്ക് വേണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. അപ്പോൾ അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. പുട്ടിൻ്റെ കൂടെയാണ് ഞാൻ എടുക്കുന്നത്. ഗോതമ്പ് പുട്ടും വെജിറ്റബിൾ കറിയും.